ഫ്രണ്ട്സ്, ഐഷോട്ടൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ ഇന്നൊരാളെ പരിചയപ്പെടുത്താം. ഇവിടെ വേണമല്ലേ അണ്ണന് ഉണ്ടാക്കുന്ന കുറച്ച് കരകൗശല വസ്തുക്കളെ പറ്റി അതൊന്ന് കാണിക്കാം. കുറച്ച് വേണ നോക്കി എന്നാ ഇതപ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചതാണോ? പണിയൊന്നും പൂർത്തീകരിച്ചില്ല. അതിന് കമ്പി വേണം, പണിയുണ്ട്. പൂർത്തീകരിച്ചിട്ടില്ല. പക്ഷെ അല്ലെങ്കിൽ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഈറ കൊണ്ട് മാത്രം. അപ്പൊ ഇത് ഈർക്കലും ഇത് ഈറ. ഇതിന്റെ പണി പൂർത്തിയാവാനുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ. കൊണ്ടുണ്ടാക്കിയ ഒരു കാളവണ്ടിയാണ്. അപ്പോൾ കണ്ടോ, പെയിൻ്റൊക്കെ അടിച്ച് ഇത് പണിയെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഇതുപോലെ തന്നെ ചിരട്ട കൊണ്ടും ഈറ കൊണ്ടും മുള കൊണ്ടും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന കുറേ അധികം വസ്തുക്കൾ അണ്ണനുണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. ഇതാണ് വേണുവണ്ണൻ. വേണുവണ്ണൻ്റെ കാലിന് ചെറിയൊരു മുള്ളു കൊണ്ടപ്പോൾ അങ്ങനെ ഷുഗർ കാരണം കാലിൻ്റെ മുട്ടിന് മേപ്പുറം വെച്ച് മുറിക്കേണ്ടി വന്നു. അപ്പം അങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഇരുന്ന് കരകൗശല വസ്തുക്കളും അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ജീവിക്കുന്നത് തന്നെ. അപ്പം അണ്ണൻ്റെ ഈ കഴിവുകളാരും കാണാതെ പോകരുത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നതല്ല. അപ്പം ഇത്രയും വസ്തുക്കളെല്ലാം അണ്ണൻ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. നോക്ക്, ഇതൊരു മൃദംഗമല്ല, ഇതൊരു മൃദംഗമാണ്. കണ്ടോ, എൻ്റെ ഭംഗിയോടും എല്ലാം ഇത് ചെയ്തേക്കുന്നത് ഈറ കൊണ്ടാണ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഈറ കൊണ്ടാണ്. കണ്ടാൽ പറയില്ല, ഈറ കൊണ്ടാണ് ചെയ്തേക്കുന്നത്. ഇതൊരു പ്ലെയിനാണ്, അതും ഈറ കൊണ്ടാണ് ചെയ്തേക്കുന്നത്. പ്ലെയിനാണ്. ഇതൊരു തിമിംഗലം അല്ലേ, കുഞ്ഞു തിമിംഗലം, ഡോൾഫിൻ. ഡോൾഫിൻ. നോക്ക്, അത് ചിരട്ട കൊണ്ടാണ്, ചിരട്ടയും ഈറയും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അതുപോലെ തന്നെ ഇത് തബല, തബലയുടെ ഒക്കെയാണ്. അതും ഈറ കൊണ്ടാണ് ചെയ്തേക്കുന്നത്. ഈറ കൊണ്ട് ബാക്കി ഈ ഭാഗങ്ങളെല്ലാം പ്ലാസ്റ്റിക് കൊണ്ട്, പ്ലാസ്റ്റിക്കിന്റെ ഇത് കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. കണ്ടോ, ഈറ കൊണ്ടുണ്ടാക്കിയ ഒരു ഹൗസ് ബോട്ടാണ്. നോക്ക്, എത്ര നല്ല ഭംഗിയായിട്ടാണ് ഇത് ചെയ്തേക്കുന്നതിന്. നോക്ക്, കണ്ടോ. അതുപോലെ തന്നെ ഇത് ചിരട്ട കൊണ്ടുള്ളതാണ്. ഇതെന്താണ്? പൂ. ഇത് പൂവാണ്, നമ്മുടെ ചിരട്ട കൊണ്ടുള്ള പൂവാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ഫുൾ ചിരട്ടയാ അല്ലേ? ഇത് ഫുൾ ചിരട്ടയാണ്. അതുപോലെ ഇത് മുള കൊണ്ടുള്ളതാണ്. ഈ കപ്പ് മുളല്ലേ? കണ്ടോ, ഇതേക്ക് എന്താണ്? മൂങ്ങയോ? മൂങ്ങ. അടിപൊളി. അത് നമുക്ക് വഞ്ചിയാക്കാം, പൈസ ഇടാം. അത് കൊള്ളാം, സൂപ്പർ, നല്ല ഐഡിയ. അത് പൈസ ഉണ്ടല്ലേ. ഇതും പോളിഷിങ് ചെയ്യാനുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം പണി ഇനി ഒന്നുകൂടെ പൂർത്തീകരിക്കാനുണ്ട്. എങ്കിലും ഇപ്പൊ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ പിന്നെ പോളിഷൊക്കെ ചെയ്ത് വരുമ്പോ നല്ലതായിരിക്കും. അയ്യോടാ, ഈ കുഞ്ഞു സാധനം എന്നാ? വിജയ സൂപ്പർ, പഴയ കാലത്ത് വിജയ സ്കൂട്ടർ. എല്ലാരും കണ്ടോ വിജയ സ്കൂട്ടർ. ഇതിന്റെ പോളിഷിങ് ചെയ്യാനുണ്ട്, അല്ലാതെ ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞു. എന്നാ അതിപ്പോ വീട് ഇതെല്ലാം അപ്പൊ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? മുള. ഇതെല്ലാം മുളയല്ലേ? അപ്പോ ഒരു സിറ്റ് ഔട്ട്, റൂം, പണി കഴിഞ്ഞിട്ടില്ല, വയറിംഗ് ഉണ്ട്, ലൈറ്റ് അറേഞ്ച്മെന്റ് എല്ലാം ചെയ്യാനുണ്ട്. പിന്നെ ഇതൊരു ഈറ കൊണ്ടുള്ളത് അല്ലേ? ഇതെന്തുവാ? അത് നമ്മളെ ബൾബോ അങ്ങനെ ഇടുന്ന ഈ എന്തുവാ അതുപോലെ തന്നെ ഇത് ചിരട്ടയല്ലേ? ചിരട്ട കൊണ്ട് എന്താ? എലിയോ? എലി. കൊള്ളാം, അടിച്ചു പൊളിച്ച്.
സൂപ്പർ. മൊത്തം ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാന്. ഇത് നോക്ക്. പണി കഴിഞ്ഞിട്ടില്ല, പോളിഷ് ചെയ്യണം. ഇതെല്ലാം പോളിഷിങ്ങിന് എല്ലാം നടക്കാനുണ്ട്. പോളിഷ് ചെയ്യുമ്പോൾ അതിന്റെ നാച്ചുറൽ ആവാൻ ചെയ്യും. ഇതിന്റെ പിന്നെ പോളിഷിംഗ് എല്ലാം കഴിഞ്ഞാണെന്ന് തോന്നുന്നു. ഇത് ഈറ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലേ അണ്ണാ? ഈറ കൊണ്ടാണ്. ഇത് നോക്ക്, ഇതിന്റെ പോളിഷിംഗ് എല്ലാം ചെയ്യുക. അപ്പൊ ഇതിനകത്ത് ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. അത് വർഷങ്ങളായി. ആണല്ലേ? 8 വർഷത്തോളമായി. 8 വർഷത്തോളമായി. ഇതൊരു വള്ളമാണ്, പാസ്പോർട്ട് ബോർഡിലെ ഒരു വള്ളം അല്ലേ? പഴയ കാലത്തെ 10ാം മേലി. 10ാം മേലി. ഓ, പഴയ. ഇതൊന്നും പറയാൻ അറിയത്തില്ല. ലോറിയും കാറും ഒക്കെ വന്നു. പണ്ടൊക്കെ വള്ളത്തിലെ ലോറി ഇതുപോലുള്ള വള്ളത്തിൽ ഇത് നനയാതിരിക്കാൻ മേക്കരയാണ്. സാധനങ്ങൾ അരി നെല്ലൊന്നും നനയാതിരിക്കാൻ. ഇതെല്ലാം പോളിഷ് എല്ലാം ചെയ്ത് വർക്ക് കഴിയുകയും ചെയ്യാൻ എല്ലാ പണികളും കഴിഞ്ഞ് നല്ല ഇതെന്താണ്? തുടി. തുടി. ഇത് തുടിയാണ്. വയനാടൻ തുടിയാണ്. വയനാട്ടിലൊക്കെ കണ്ടിരുന്ന സാധനമാണ്. എന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചതാണോ? അല്ലല്ല, ഈ പണിയുണ്ട്. ഈ പണിയുണ്ട്. ഇതുകൊണ്ട് നല്ല സംഗീതം കേൾക്കാൻ പറ്റുന്ന, ഇമ്പമാർന്ന സംഗീതം കേൾക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണത്. കണ്ടോ, ഇതിന് പണി പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ തന്നെയും ഇതിനകത്തൂടെ വരുന്ന ആ സംഗീതം കേൾക്കാൻ എന്ത് ഭംഗിയാണ് അല്ലേ? എന്ത് രസമാണ്. അതൊരു തവള. തവള. അടിച്ചു പൊളിച്ച്. സൂപ്പർ. തവള ഇങ്ങനെ വാ തുറന്നിരിക്കുന്നതാണ്. കണ്ടോ, എല്ലാവരും നല്ല സൂക്ഷിച്ചു നോക്കിക്കോ. തവള വാ തുറന്നിരിക്കുന്നതാണ്. ഇതൊക്കെ ഒരു കഴിവ് തന്നെയാണ് സത്യം പറഞ്ഞ. ലോകം അറിയാത്ത കഴിവുകളാണ്. കാരണം അറിയപ്പെടാത്ത കലാകാരൻ അല്ലേ? കണ്ട ഇത്രയൊക്കെ കാര്യങ്ങൾ അത് അന്ന് വരയ്ക്കുകയൊക്കെ ചെയ്യും അല്ലേ? ഇതൊരു ചുണ്ടൻ വെള്ളമാണ്. ഇതിന്റെ പോളിഷിങ് എല്ലാം പൂർത്തീകരിച്ചെന്ന് തോന്നുന്നു അല്ലേ? ഇതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നോക്ക്, ഒരു ചുണ്ടൻ വെള്ളമാണ്. ഇപ്പം നമ്മുടെ വള്ളംകളിയൊക്കെ വരികയാണ്. വള്ളംകളികളുടെ സമയമാണ്. ഓണമൊക്കെ വരാറായി. അപ്പം ഒരു ചുണ്ടൻ വെള്ളമാണ്. ചുണ്ടൻ വെള്ളം അടിപൊളി, സൂപ്പർ. ഇത് മൊത്തം ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്? മൊത്തം ഈറയാണ്. പക്ഷെ കണ്ടാ പറയത്തില്ല കേട്ടോ, ഈറ കൊണ്ടാണെന്ന് പറയത്തില്ല. കാരണം ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ. ബുദ്ധ കൂടാരമാണ്. ഇപ്പം ബുദ്ധ പ്രതിമ വെച്ചിട്ടില്ല. ബാക്കി പണികൾ കുറച്ചുകൂടെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്കൊരു പ്രതിമ വെച്ച് നോക്കാം. കണ്ടോ, ഒരു ബുദ്ധ പ്രതിമയാണ്. ബുദ്ധ കൂടാരമാണ്. ഇതൊക്കെ ഒരു കഴിവാണ്. കണ്ടോ, ഇതിൻ്റെ അടിഭാഗമൊക്കെ നമുക്ക് കുറച്ചുകൂടെ ശരിയാക്കാനുണ്ട്. അതൊരു മഴമൂടിയാണ്. അതിന് പണി പൂർത്തിയായിട്ടില്ല. അത് മുത്തൊക്കെ ഇടണം. അതിനകത്ത് മഞ്ചാടി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മഞ്ചാടിക്കുരി ഇടാൻ പറ്റത്തുള്ളൂ. മഴമൂടി, മഴയുടെ സൗണ്ട് വരുന്നത് അല്ലേ? എന്ത് രസമുണ്ട്. ഇതിന്റെ പണി കഴിഞ്ഞിട്ടില്ല. മഞ്ചാടിക്കുരി കിട്ടാനായിട്ട് ഇപ്പൊ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇതിന്റെ പണി പൂർത്തീകരിക്കാതിരിക്കുന്നത് ഇപ്പം. പക്ഷെ പിന്നെ മഞ്ചാടിക്കുരി കിട്ടിക്കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ച് ഞങ്ങള് ഇതുപോലെ മഴ മൂടുന്ന മഴയുടെ സൗണ്ട് കേൾക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഞങ്ങൾക്ക് ലൈക്ക് കമന്റ് എല്ലാം തരിക. അതുകൂടാതെ തന്നെ അണ്ണനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ കോൺടാക്ട് നമ്പർ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, അതായത് ജനലിൻ്റെ കർട്ടനുകൾ അത് ഈറ കൊണ്ടോ മുള കൊണ്ടോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതുപോലെ നമ്മുടെ സ്റ്റെയറിൻ്റെയൊക്കെ കൈവരിക്ക് അതിനൊക്കെ വേണമെന്നുള്ള മുള കൊണ്ടോ ഈറ കൊണ്ടോ ഒക്കെ ഉള്ള സീലിങ് അതെല്ലാം അണ്ണൻ ചെയ്തു തരുന്നതായിരിക്കും.
അതുപോലെ തന്നെ ചിരട്ട കൊണ്ടൊക്കെയുള്ള ഇതുപോലത്തെയുള്ള സാധനം, ഇതുപോലൊക്കെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന അങ്ങനെ അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾ നമ്പർ കൊടുത്തേക്കാം. അപ്പം ആ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിച്ച് പറയുകയോ പിന്നെ ഫോട്ടോ അയച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി. അണ്ണനത് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കുന്നതായിരിക്കും.